ഹലോ ഗൈസ്, ഞങ്ങളിന്ന് നെടുങ്കണ്ടം ഫെസ്റ്റ് പോകാനുള്ള തയ്യാറെടുപ്പാണ്. വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത് ഫെസ്റ്റ് ഇറങ്ങാൻ വേണ്ടി. നല്ല മഴയായിരുന്നു, അത് കാരണം ആളെല്ലാം കുറവാണ്. മഴ ചാടിക്കിടക്കുന്നതുകൊണ്ട് മൊത്തം ചെള്ളയൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഫെസ്റ്റിന് ടിക്കറ്റ് അടിച്ച് ആദ്യം ഫ്ലവർ ഷോ ആയിരുന്നു, അതിന് കയറാൻ വേണ്ടി അങ്ങോട്ട് ഫ്ലവർ ഷോ കാണാൻ പോകുന്ന വഴിയാണിത്. ഇറങ്ങി വരാനും കയറി വരാനും രണ്ട് വഴികളുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് പൂക്കൾ, ചെടികൾ പോകുന്ന വഴിക്ക് റോസകളുടെയും ബോൾസിൻ്റെയൊക്കെ ഓരോ കളക്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ഷോയിൽ നിന്നും ഇഷ്ടമുള്ളത് പൂക്കളും ചെടികളും എല്ലാം മേടിക്കാൻ അതിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പൂക്കളുടെ ഇതൊന്നുമില്ലായിരുന്നു, പക്ഷേ റോസകളുടെ പലതരം വെറൈറ്റികളും ബോൾസ് അങ്ങനെ കുറച്ച് ഐറ്റം പൂക്കളൊക്കെ ഉള്ളായിരുന്നു. നെടുങ്കണ്ടം ഫെസ്റ്റിവൽ ഒരു സ്കൂളിൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് എല്ലാം കൂടെ ചേർത്തായതുകൊണ്ട് ഓരോ ഏരിയയിലായിരുന്നു ഫ്ലവർ ഷോ ഒരു സ്ഥലത്ത്, അത് കഴിഞ്ഞ് അടുത്ത ഏരിയയിലേക്ക് ചെന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സ്റ്റേജ് വരെ എത്തണമായിരുന്നു. ഒരുപാട് ദൂരം കയറി ചെന്നാലേ നമുക്ക് ഫ്ലവർ ഷോയുടെ മെയിൻ പോയിന്റിലെത്താൻ പറ്റൂ. കുറച്ച് ദൂരം താഴോട്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ മുകളിലോട്ട് കയറി പോകുന്നതേ ഉള്ളൂ. ഇന്നേ ദിവസം വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേളയൊക്കെ ഉണ്ടെന്നറിഞ്ഞിട്ടാണ് ഇന്ന് തന്നെ വരാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ തരം ചെടികൾ പലതരം ചെടികളുണ്ട്, പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പോയ ഫെസ്റ്റ് പോലെ അത്ര ഡിസൈൻ ചെയ്തോ അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ചെടികളൊന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു, കാരണം ചെടികൾക്കും പൂക്കളുമൊക്കെ കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരി ഈ റോസകളൊക്കെ ഒരു ഇതായിട്ട് കൊടുക്കുന്നതിന്, ഒരു ചട്ടിയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിന് വെറും 80 രൂപ ഉള്ളായിരുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാൾ വാഗമണ്ണിൽ പോയപ്പോഴത്തേക്ക് റോസയ്ക്ക് വില 250, 200 ആ റേറ്റിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇവിടെ പലതരം വെറൈറ്റി റോസുകളുണ്ടായിരുന്നു, എല്ലാത്തിനും നല്ല വില കുറവായിരുന്നു. 80 രൂപ, ബോൾസിന് 40, അങ്ങനെ പല ചെടികൾക്കും പല വിലയായിരുന്നു. 40, 50, 80 ഒക്കെ വില വരുന്നുണ്ട്, ഒരുപാട് റേറ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ചെടികൾ റോസായാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ഫ്ലവർ ഷോയുടെ സെൻറ്ററിലായിട്ട് പായസം, പിന്നെ അതുപോലുള്ള ചിപ്സുകൾ ഒക്കെ ആയിട്ട് കൊടുക്കാനും ജ്യൂസും ഒക്കെ കൊടുക്കാനായിട്ട് ചെറിയൊരു സ്റ്റോള് പോലെ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും ഈ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഷോയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് പാട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ടെല്ലാം പാട്ടിനെ മാറ്റിയിട്ടാണ് ഇതിടുന്നത്. മഴ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. പലരുടെയും കൈക്കുട പിടിച്ചു. പിന്നെ മഴ കാരണം പലരും ഈ വെള്ളം മൊത്തം അതിനകത്തോടൊക്കെ കയറി നടക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു, ഫെസിലിറ്റി കുറവായിരുന്നു. കാരണം വെള്ളമാണ് ചെടികളുടെ പുൽമേടുകളുടെയൊക്കെ ഇടയ്ക്കൂടെ കയറി നടക്കുമ്പോൾ വെള്ളമായതുകൊണ്ട് പലരും മാറി നിന്ന് കണ്ടിച്ച് പോകുമായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മൊത്തം ചെടികളെല്ലാം നനഞ്ഞ് കുതിർത്ത് നിൽക്കുന്നത്. 17-ാം തീയതി വരെ എന്ന് പറഞ്ഞ് ഫെസ്റ്റ് 20-ാം തീയതി വരെയത്തേക്ക് നീട്ടുമായിരുന്നു. മഴയുടെ കാരണം കൊണ്ട് പലരും വരാൻ സാധിക്കാതെ വന്നു. പലരുടെ അഭ്യർത്ഥന മാനിച്ച് വീണ്ടും നീട്ടി വെക്കേണ്ടി വന്നു. പൂക്കളുടെ റോസകളുടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ റോസകളുടെ ഇതാണ്. പല വെറൈറ്റി, പല കളറ് റോസുകൾ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല ഞാൻ. എല്ലാവർക്കും കളിക്കാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
സിസോയും കുറച്ച് ടിൻസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി സൗകര്യങ്ങളില്ല. മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് ചെടിത്തോട്ടത്തിലൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് ആസ്വദിച്ച് മഴയുടെ ഒരു സംഭവം പലരും വന്ന് ജസ്റ്റ് മാറി നിന്ന് കണ്ടിട്ട് പോയി. പിന്നീട് ആരും റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ട് ഒന്നും നമ്മൾ ഇരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും പെട്ടെന്ന് കണ്ടുപോകുമായിരുന്നു. എന്താ ചെടികൾ ഇഷ്ടംപോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റോസാണ്. നമ്മുടെ ചെടി ഒരുപാട് റോസൊക്കെ അടുത്ത ഏരിയയിലേക്ക് വന്ന് ഇവിടെ പാമ്പ്, കിളി അതുപോലുള്ള ഐറ്റത്തിൻ്റെ ഏരിയയാണ്. നമ്മൾ പതുക്കെ അതിലേക്ക് കടന്നു പോവുക. കിളികളൊന്നും പോകാതിരിക്കാൻ അവിടെ ഇങ്ങനെ അടച്ചു പൂട്ടിയൊക്കെ ഇട്ടേക്കുന്നത്. കൂടുതലും ലവ് ബേഡ്സിൻ്റെ തന്നെ ഏരിയ. ലവ് ബേഡ്സ്, കോഴി, പിന്നെ പാമ്പുണ്ട് കേട്ടോ. പാമ്പിനെന്ന് പറഞ്ഞാൽ ഒരെണ്ണേ അതിനകത്ത് കണ്ടുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അതിന് തോളത്തൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് ഒരു ഫോട്ടോ എടുക്കുന്നതിന്. ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയാണ്. പാമ്പിനെയും കിളിയുടെയും പിന്നെ നമ്മുടെ ഓന്തുണ്ടല്ലോ അതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കുന്നതിന് പൈസ 50 രൂപ വീതം കൊടുക്കണം. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്നും നിൽക്കാൻ പോയില്ല, ഫോട്ടോ എടുക്കാനും പോയില്ല. ഇങ്ങനെ വീഡിയോ എടുത്തല്ലാതെ തൊടാനോ ഒന്നും അങ്ങനെ സമ്മതിക്കില്ല. അതിനെല്ലാം നമ്മൾ പൈസ കൊടുക്കണം. ഫോട്ടോ ബൂത്തെന്നും പറഞ്ഞ് പ്രത്യേകത അതുണ്ടാവും. ഒരു പയ്യൻ ഇതുപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി നിൽക്കുന്ന. ഇത് ഫോട്ടോ എടുക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് പൈസ കൊടുത്താൽ മാത്രമേ ഇതിനപ്പുറം അവർ കയറ്റത്തുള്ളൂ. സത്യം പറയല്ലേ, എനിക്ക് പേടിയാണ് കേട്ടോ. ആ കൊച്ചു ഒരു പേടിയില്ലാതെ നിന്ന് ഫോട്ടോ എടുത്തു. ഈ അടുത്ത് കത്തമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇവിടെ ഒരു ബിരുദൻ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ആ ഫോട്ടോ ബാനറിൻ്റെ കൂടെ ആയതുകൊണ്ട് ആരും കാണത്തില്ല. അല്ലേ, ഒന്നാമതൊരു പർച്ചയുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ലവ് ബേഡ്സാണ്. ലവ് ബേഡ്സ് മാത്രമേ ഇത് സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാനുള്ള വഴി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ അത് ഇറങ്ങിക്കഴിഞ്ഞ് കയറി ചെല്ലുന്ന നേരെ ഫർണിച്ചർ ഷോപ്പിലേക്ക്. ഇഷ്ടംപോലെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഇപ്പോൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ റേറ്റ് കുറവാണെന്നാണ് പറഞ്ഞ്. എനിക്ക് നല്ലൊരു ഫർണിച്ചർ ഇഷ്ടപ്പെട്ടു. പിന്നെ ബുക്ക് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മീൻ, ഏതുതരം മീനും ഉണ്ട്. അത് എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. മനോഹരമായ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ. അത് നമുക്ക് കൂടിനകത്ത് തന്നെ കെട്ടിയാണേലും വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് അത് കഴിഞ്ഞ് പോയത് പാവകളുടെയും കീ ചെയിനുകളുടെയും ഒരു ശ്രേണിയിലേക്കാണ്. കീ ചെയിൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കീ ചെയിൻ, ഏത് വെറൈറ്റി ഏത് മോഡലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ കീ ചെയിൻ തന്നെയാണ് ഒരു സൈഡിൽ കിടക്കുന്നത്. പിന്നെ പാവകൾ പല വെറൈറ്റി പാവയുണ്ട്. ആമിക്കുട്ടിക്ക് ഇതെല്ലാം നോട്ടം ഉണ്ടായിരുന്നു. ഒന്നും തന്നെ മേടിച്ച് കൊടുത്തില്ല.
ഇഷ്ടം പോലെ പാവയും കീച്ചെയിനും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായും നോക്കും. പിന്നെ കരിപ്പെട്ടി, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കരിപ്പെട്ടി എടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി മേടിച്ചത്. പിന്നെ നമ്മുടെ പെൻസില്, അങ്ങനെയുള്ള ഐറ്റംസ് തന്നെ പോലെ അതിന് അവിടെയുണ്ട് കീ ചെയിൻ. പക്ഷേ ഇച്ചിരി എന്നെ കണ്ട അത്രയും കീ ചെയിൻ്റെ സെലക്ഷൻ ഉണ്ടെങ്കിൽ എന്നാൽ പെൻസില്, പേന, കട്ടർ പെട്ടി, അങ്ങനെയുള്ള ഐറ്റംസ് പല വെറൈറ്റി ഉണ്ട്. കുട്ടിക്ക് പല സാധനങ്ങളും വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നും തന്നെ മേടിച്ചു കൊടുത്തിട്ടില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണാടിയാണ്, പക്ഷേ നല്ലൊരു ലുക്ക്. കണ്ണാടിയൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കി നേരെ അങ്ങോട്ട് കയറി പലതരത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന കണ്ടപ്പോഴേ പയ്യൻ്റെ ഡയലോഗ് വന്നു. ഒരു ഫോട്ടോ എടുക്കുന്നതിന് 50, വീഡിയോയ്ക്ക് 100 എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് പിന്നെ ഈ എല്ലാം കൂടെ മിക്സറായിട്ട് വെച്ചിരിക്കുന്ന പലഹാരം ഉണ്ടല്ലോ, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതുപോലത്തെ പാക്കറ്റ് ഒരു പലഹാരം മേടിച്ചു. ബാക്കി സാധനങ്ങളൊന്നും മേടിച്ചില്ല. എല്ലാം കണ്ടു. നല്ല വെറൈറ്റി ഹൽവകളുടെ ഒരു ശ്രേണി തന്നെ ഉണ്ടായിരുന്നു. എരിവുള്ളത്, എരിവില്ലാത്തത്, എല്ലാം വെറൈറ്റികൾ. പിന്നെ ഈ ചേട്ടൻ പറയുന്നത് തന്നെ കേട്ടോളൂ. നോർമൽ സ്കെച്ച് പെൻ നനവുള്ള തുണി കൊടുത്താൽ മതി. ബുക്കിനാണ് പ്രത്യേകത. മഴ കൂടുമ്പോൾ സ്പ്രേ ആയിട്ട് ഇങ്ങനെ വരും. നമ്മൾ പേകൾ ഇടുന്നു, ആ കളർ സ്പ്രേ ആയിട്ട് വരും. സ്പ്രേ പെയിൻറ്റ് ചെയ്യാം. സ്കെച്ച് പെൻ കഴിയുമ്പോൾ സാധാ സ്കെച്ച് പെൻ ഇതിനകത്ത് ഇത് 2 ഉണ്ടാവും. ഇതിൻ്റെ ഡിസൈൻസ് ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ടാവും. സ്കെച്ച് പെൻ അത് ചെക്കനെല്ലാം കൂടെ 150 ഡിസൈൻ ചെയ്യാം. അവിടെ നിന്ന് നേരെ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണ്. ഒരു ഗുഹ പോലെ അടുത്ത ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും ഇതുപോലെ കളിപ്പാട്ടങ്ങളുടെ തന്നെ കേന്ദ്രസ്ഥാനം പോലെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി മേടിക്കുന്നൊരു ഇച്ചിരി വില കൂടുതലാണ് ഇവിടെ സാധനങ്ങൾക്ക്. അടുത്ത ഏരിയ വളകളുടെയും ക്ലിപ്പുകളുടെയും ഒക്കെ വലിയ കമനീയ ശേഖരം തന്നെയുണ്ട്. കുറേ വളകളൊക്കെ അവിടെ നോക്കി, പക്ഷെ ഒന്നും തന്നെ മേടിച്ചില്ല. ചോദിക്കുന്ന വളകൾക്കെല്ലാം നമ്മൾ പുറത്ത് വിലയേക്കായാലും 20-25 രൂപ എങ്കിലും ഏറ്റവും കുറഞ്ഞത് കൂടി വില വരുന്നുണ്ട്. അത് കാരണം ഒന്നും തന്നെ മേടിച്ചില്ല. എല്ലാം നല്ല വെറൈറ്റി, നല്ല ലുക്കുള്ള കളക്ഷൻസ് തന്നെയായിരുന്നു. ഞാൻ കുട്ടിക്ക് ഐസ്ക്രീം, അത് ഏത് തണുപ്പത്തായാലും വേണം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് അടുത്ത വാച്ചിൻ്റെ കളക്ഷനിലേക്കാണ് പോകുന്നത്. പിന്നെ കുറച്ച് ഷർട്ടിനൊക്കെ 250 രൂപ വില വരുന്നുള്ളൂ. പിന്നെ കുടകളുടെയും ഷർട്ടിൻ്റെയൊക്കെ നല്ലൊരു ഭാഗമുണ്ടായിരുന്നു. നല്ല 1.5 മുണ്ട്, ബെഡ്ഷീറ്റ്, പിന്നെ മാലകളുടെ സെക്ഷൻ. ഇതൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ അവർ ഉണ്ടാക്കുന്ന ടൈപ്പില്ലേ, അത്ര ടൈപ്പ് ചെയിനും പാസറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ നേരെ ചെന്ന് ഫസ്റ്റ് നഗരത്തിലേക്ക്, അതായത് നമ്മുടെ കളികളുടെ ഏരിയയിലേക്ക്. ബോളെറിഞ്ഞ് ഗ്ലാസ് എല്ലാം തെറിപ്പിച്ച് കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും. അങ്ങനത്തെ ഉള്ള കുറേ കളികളും ഗെയിമുകളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഗെയിമിൽ പങ്കെടുത്ത് ഫെയിലായിപ്പോയി, കാശൊക്കെ തെളിച്ച്. പിന്നെ ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ പലതരം ഗെയിമുകളുണ്ട്. ആ കുട്ടിക്ക് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ കയറി കുറച്ച് നേരം കളിച്ചു. ഇതാണ് ഡ്രാഗൺ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഡ്രാഗൺ. ഇതിലെല്ലാം കയറാൻ ആളുകൾ അങ്ങനെ കുറവാണ്. പൊതുവെ മഴ കാരണം ആൾ കുറവായിരുന്നു. പിന്നെ സാധനം സെപ്പറേറ്റ് എല്ലാത്തിലും റേറ്റ് ആകുന്നുണ്ട്. അതിലൊക്കെ കയറാൻ ആളുകൾ
എല്ലാവരും ഇതെല്ലാം കണ്ടുപോകുന്നുണ്ട്. അവിടെ ക്ലിയറുമേ കുറവ്. ആമക്കുട്ടിക്കാണെങ്കിൽ ഈ പ്രാവണ കയറാൻ ഭയങ്കര ഒരു പൊക്കമാണ്, ഒരുപാട് പിടിക്കുന്നൊക്കെ പറഞ്ഞത് കേട്ടില്ല. ഞാനൊരു തവണ കയറിയിട്ടുണ്ട്. അത് ഇതിലും നല്ല രീതിയിൽ പൊക്കത്തിലായിരുന്നു പോകുന്നത്. അത് കാരണം എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് പോകുന്നില്ല. അതുകൊണ്ട് ഇത്തവണ കയറിയില്ല. ആനക്കുട്ടി ഇതിനകത്തിരുന്ന് ട്രെയിൻ കയറുന്നുണ്ട്. ആനക്കുട്ടി ഇതിനകത്ത് ട്രെയിനിലുണ്ട്. എത്ര തവണ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എണ്ണിക്കൊണ്ടിരുന്നു. 100 രൂപയാണ് ഏത് ഇതിൽ കയറുന്നതിലും 100 രൂപ കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 12 തവണ എങ്ങാണ്ട് റൗണ്ട് അടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫുഡിൻ്റെ ഹോട്ടലൊക്കെ പോയി ബഹുമാനമായിട്ടുള്ള പ്രശസ്ത പിന്നണി ഗായിക കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി നമുക്ക് വെൽക്കം ചെയ്യാം. യെസ്, നെടുങ്കണ്ടം ഫെസ്റ്റിന്റെ ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വൈക്കം വിജയലക്ഷ്മി ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയജി നമസ്കാരം. നമസ്കാരം. യെസ്, അപ്പൊ വിജയജി വന്ന സ്ഥിതിക്ക് നമ്മളുടെ നാടിന്റെ സ്നേഹം ഒരു വലിയ കയ്യടിയിലൂടെ നമുക്ക് കേൾപ്പിക്കാം. കണ്ടോ? യെസ്, ഇത്രയും പേരാണ് നമുക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ. ഇപ്പം പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല പ്രോഗ്രാമായിരുന്നെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും ഗെയിംസും ഒക്കെ ആയി ഞങ്ങൾ പുതിയ ഐഡിയാസും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ.